വാർത്തയിലേക്ക്. കുവൈറ്റിലെ സർക്കാർ പ്രോജക്ട് വിസകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നിയന്ത്രണങ്ങളോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ അനുവാദം നൽകുന്ന ചട്ടം കഴിഞ്ഞ വർഷം നവംബറിലാണ് പുറത്തിറങ്ങിയത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശപ്രകാരം പ്രോജക്ട് ഔദ്യോഗികമായി പൂർത്തിയായാൽ നിബന്ധനകൾക്ക് വിധേയമായി വിസ മാറ്റം സാധ്യമാണ്. ആ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നമുക്ക് വീണ്ടും പരിശോധിക്കാം. നജ്മ മജീദ് വിശദീകരിക്കും. ദിവ്യ, GCC കൺട്രീസിൽ നിന്ന് നിരന്തരം നമ്മൾ നിത്യേന കാണുന്നതാണ് പല വാർത്തകളും, പല നടപടികൾ, പല നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് കുവൈത്തിലെ സർക്കാർ വിസ മാറ്റത്തെക്കുറിച്ചാണ്. പല നിർദ്ദേശങ്ങളുണ്ട്, പല പ്രക്രിയകളിലൂടെയൊക്കെ അതിനുവേണ്ടി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. കുവൈത്തിൽ സർക്കാർ വിസ മാറ്റത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിബന്ധനകൾ എന്താണെന്നുള്ളതാണ്. പ്രോജക്റ്റ് ഔദ്യോഗികമായി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് ഔദ്യോഗികമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഏതെങ്കിലും കരാർ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിസ മാറ്റത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത്. രണ്ടാമതായി, സർക്കാർ സ്ഥാപനത്തിന്റെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകണം. നമ്മൾ പ്രോജക്റ്റ് പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് പൂർത്തിയാക്കി എന്നുള്ള സർക്കാരിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് കൂടെ ലഭ്യമാകേണ്ടതുണ്ട്. മൂന്നാമതായി, കരാർ അവസാനിച്ചെന്നും തൊഴിലാളികൾ ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് ആ രേഖ. നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ, സർക്കാരിൻ്റെ ഏത് സ്ഥാപനത്തിലാണോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്, അത് നമ്മൾ പൂർത്തീകരിച്ചു, ഇനി നമ്മളെ അല്ലെങ്കിൽ ആ തൊഴിലാളിയായ നമ്മളെ ഇനി ആ സ്ഥാപനത്തിന് ആവശ്യമില്ല എന്നുള്ള രേഖ കൂടി വിസ മാറ്റത്തിനായിട്ട് നമുക്ക് വേണ്ടതുണ്ട്. നാലാമതായി, നിയമം ലഭിച്ച് 1 വർഷം പിന്നിട്ടിരിക്കണം എന്നുള്ളതാണ്. നിയമനം ലഭിച്ച്, അതായത് നമ്മൾ ആ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ജോലിയിൽ പ്രവേശിച്ച് നമുക്ക് നിയമനം ലഭ്യമായിട്ട് 1 വർഷം പിന്നിട്ടാൽ മാത്രമേ നമുക്ക് വിസ മാറ്റത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, നിലവിൽ തൊഴിലുടമയുടെ അംഗീകാരം നിർബന്ധമാണ്. ആരാണോ നമ്മുടെ തൊഴിലുടമ അവരുടെ അംഗീകാരം നമുക്ക് വിസ മാറ്റത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ്. അവരുടെ അനുവാദമില്ലാതെ നമുക്ക് മറ്റൊന്നിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല എന്നുണ്ട്. മറ്റൊന്ന്, ട്രാൻസ്ഫറിന് 350 KD ഫീസ്, അതായത് കുവൈറ്റ് ദിനാറാണ് ഫീസായിട്ട് വരുന്നത്. നിലവിലെ സ്ഥാപനത്തിൽ നിന്ന് പ്രോജക്റ്റ് പൂർത്തീകരണ കത്ത് നേടുകയും വേണം. രേഖ വേണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചു എന്നുള്ള രേഖ വേണം. തൊഴിലുടമയുടെ അനുമതി വേണം. മറ്റൊന്ന്, പ്രോജക്റ്റ് പൂർത്തീകരണ കത്ത് കൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിസ മാറ്റത്തിലേക്ക് കടക്കാനാകൂ. മറ്റൊന്ന്, ആവശ്യമായ രേഖകളോടെ പാമിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് പാം എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. പാം എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ എന്നുള്ളതാണ്. കുവൈറ്റിലെ ആളുകൾക്കൊക്കെ വളരെ ഫെമിലിയർ ആവാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ വിസ മാറ്റത്തിന് വേണ്ടിയിട്ട്. ഇനി അപേക്ഷ സമർപ്പിച്ചാൽ അടുത്തതായി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതായി, അപേക്ഷ നിരസിച്ചാൽ, പാമിൽ നമ്മൾ അപേക്ഷിക്കുകയും ആ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പാമിലെ ലേബർ റിലേഷൻസ് അല്ലെങ്കിൽ ജവാസത്ത് വിഭാഗത്തിൽ പരാതി നൽകുക എന്നുള്ളതാണ്. ജവാസത്ത് എന്നുള്ളത് പ്രവാസികൾക്കൊക്കെ സുപരിചിതമാണ്. വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജവാസത്തിനെയാണ് സമീപിക്കേണ്ടത്. അവിടെ പരാതി നൽകാമെന്നുള്ളതാണ്. നമ്മുടെ അപേക്ഷ നിരസിച്ചു എന്നുള്ള പരാതി ജവാസത്തിൽ പരാതി നൽകാമെന്നുള്ളതാണ്. അതിനുശേഷം വിസ മാറ്റം സർക്കാർ കരാറോ പ്രോജക്റ്റോ അവസാനിച്ചാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണത്. അപ്പോൾ ആ കരാർ അവസാനിച്ചാൽ മാത്രമാണ് ഇതിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. ഇനി അടുത്തത്, സ്കിൽസ് തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഈ വിസ മാറ്റത്തിലൂടെ കുവൈറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം സർക്കാർ കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. അവർക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിയിൽ മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. ദിവ്യ.